നമസ്കാരം. പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ആരംഭിച്ച തർക്കം ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധമായി മാറിയിരിക്കുന്നു. ഇറാന്റെ തീരദേശ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമാക്കി അമേരിക്ക പുതിയ റൗണ്ട് മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഗൾഫ് മേഖലയിലെ US സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് നേരെ ഇറാനും ശക്തമായ പ്രത്യാക്രമണം നടത്തി. ഇറാന്റെ തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക്, ജാസ്ക് എന്നിവിടങ്ങളിലും തന്ത്രപ്രധാനമായ ക്വെഷം ദ്വീപിലും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനോടകം തന്നെ ഇറാനിലെ 140ഓളം സൈനിക താവളങ്ങൾ തങ്ങൾ തകർത്തതായി US സൈന്യം അവകാശപ്പെട്ടു. ഇതിന് മറുപടിയായി കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ വർഷിച്ചു. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കുവൈറ്റിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി തസ്നീം ന്യൂസും ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ക്വെഷം ദ്വീപിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒട്ടനവധി പ്രൊജക്ടൈലുകൾ പതിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും വലിയ ദ്വീപാണിത്. സൈപ്രസ് പതാകയുള്ള കണ്ടെയ്നർ കപ്പലിന് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവനുസരിച്ച് US സെൻട്രൽ കമാൻഡ് ഇറാനിലെ എനർജി പെട്രോകെമിക്കൽ ഹബ്ബുകളായ ബുഷേർ, സെലൂയ എന്നിവിടങ്ങളിൽ ബോംബാക്രമണം നടത്തിയത്. എന്നാൽ ഈ തർക്കങ്ങൾക്കിടയിലും ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുകയാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും തിരിച്ചുവരുന്നതുവരെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി. അതിനിടെ ഒമാൻ തീരത്ത് വെച്ച് ഇറാന്റെ ആക്രമണത്തിനിരയായ ഒരു വാണിജ്യ കപ്പലിലെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച ലൈഫ് ബോട്ടുകളിൽ അഭയം പ്രാപിച്ചതായി UK MTO അറിയിച്ചു. ഈ ആക്രമണത്തിൽ കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതെയായിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം കടുത്തതോടെ UAE തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടയിലാണ് ഇറാന്റെ തന്ത്രപ്രധാനമായ ജലപാത തങ്ങൾക്ക് ഡസൻ കണക്കിന് ആറ്റം ബോംബുകളെക്കാൾ വിലപ്പെട്ടതാണെന്നും അതിനെ ജീവൻ നൽകിയും സംരക്ഷിക്കുമെന്നും ഇറാന്റെ മുതിർന്ന നേതാവ് മൊഹസൻ റസോയ പ്രഖ്യാപിച്ചത്. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ഇറാൻ നേരെ 1000 മിസൈലുകൾ വർഷിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഇറാൻ പരസ്യമായി ഉറപ്പു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന്മേൽ ഇറാൻ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. അതേസമയം അമേരിക്ക ഇറാനു നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയാണെന്ന് ടെഹ്റാൻ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡിന്റെ സെപ്റ്റംബർ ഡെലിവറി വില 3.75% വർദ്ധിച്ച് ബാരലിന് $78.86 US മാനദണ്ഡമായ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റിന്റെ ആഗസ്റ്റ് ഡെലിവറി വില 3.65% ഉയർന്ന് ബാരലിന് $74.02 എത്തി.